തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തിരിച്ചടി ഉണ്ടായല്ലോ. ഈ തിരിച്ചടിക്ക് പിന്നാലെ CPM-ൽ വൻ കലഹം. വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും VK പ്രശാന്തും സ്വന്തം മണ്ഡലത്തിലെ കാര്യം മാത്രം നോക്കിയെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി സംസ്ഥാന നേതാക്കളുടെ പിടിവാശി പല സീറ്റുകളും തോൽക്കാൻ കാരണമായെന്നും ആരോപണമുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം വ്യക്തിപ്രഭാവം നോക്കിയപ്പോൾ പാർട്ടിക്ക് പ്രഭാവം നഷ്ടപ്പെട്ടു എന്ന വിമർശനവുമുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ തോൽവിയുടെ കാരണം എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ പിന്നിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ആദ്യഘട്ടത്തിൽ CPM തയ്യാറായിരുന്നില്ല. വലിയ പ്രതിരോധം തീർക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ കലഹമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി, MLA-മാരുടെ ഉത്തരവാദിത്വത്തിലേക്ക് അവർ വന്നില്ല, എല്ലാ കാര്യങ്ങളും നോക്കിയില്ല എന്നൊക്കെ. എന്താണ് വിശദ വിവരങ്ങൾ അമൽ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-നുണ്ടായത്, LDF-നുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഇത് ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്ര കനത്ത പരാജയം ഉണ്ടായത് എന്നുള്ളതിന് വിലയിരുത്തലുകൾ തുടരുകയാണ്. പല വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നതും. അതും മന്ത്രിമാരായ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അടക്കം വിമർശനം ഉയർന്നു. 2 MLA-മാർ VK പ്രശാന്തും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിയില്ല, സ്വന്തം മണ്ഡലത്തിലെ കാര്യം മാത്രം നോക്കി നിന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം. ഈ കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയത് ഈ കഴക്കൂട്ടം അടക്കമുള്ള മേഖലയിലെ സീറ്റുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് SP ദീപക് അടക്കമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ മേയർ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കം ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു വിമർശനം കൂടി ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉയർന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലാണ്. ആര്യ വ്യക്തിപ്രഭാവം നോക്കി പ്രവർത്തിച്ചപ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി, പാർട്ടിക്ക് ക്ഷീണമുണ്ടായി എന്നുള്ളതാണ് ആര്യക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. എന്തായാലും ഈ ചർച്ചകൾ പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങളെല്ലാം സംസ്ഥാന സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗമായതിനാൽ ആ കാര്യം സംസ്ഥാന കമ്മിറ്റിയിൽ കൂടി എത്തും. അതിനുശേഷം വീണ്ടും ജില്ലാ കമ്മിറ്റി ചേർന്നുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താനാണ്. അല്ലെങ്കിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വലിയ ഗുണം ചെയ്തില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളുമില്ലേ? അതിനെതിരെയൊക്കെ ശക്തമായി പ്രതിഷേധം ഇവർക്കുള്ള അംഗങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്നില്ലേ? ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ആദ്യഘട്ടത്തിലുണ്ടായ വ്യാഖ്യാനമെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. താഴെത്തട്ടിൽ നടക്കുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചയിലെല്ലാം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഗുണം ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ആ അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനടക്കം മുഖ്യമന്ത്രിയുടെ കാറിലെത്തിയതും അതിനുശേഷം വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങളുമെല്ലാം തിരിച്ചടി ആയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്തായാലും വിശദമായ ചർച്ചകൾ ഇനിയും ഈ വിഷയങ്ങളിലേക്ക് ആവശ്യം വരും. ശബരിമല പ്രത്യേക ഒരു വിഷയമായി തന്നെ എടുത്ത് കണ്ടുകൊണ്ട് വിശദമായ ചർച്ചയിലേക്ക് പോകാൻ തന്നെയാകും CPM-ന്റെ തീരുമാനം. പ്രത്യേകിച്ചും ഇത്ര വലിയ ഒരു തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ശബരിമലയാണ് എന്നുള്ള പൊതു വിലയിരുത്തൽ ഉണ്ടാകുമ്പോഴും പാർട്ടിക്ക് അത് തുറന്ന് സമ്മതിക്കാനാകുന്നില്ല.